റിലേഷൻഷിപ്പിൽ സേഫ്റ്റി ഫീലിംഗ് കളയുന്ന ചില ശീലങ്ങൾ. നമ്പർ 1, പ്രോമിസസ് പാലിക്കാത്തതാണ്. അത് ചെറുതായാലും വലുതായാലും ശരി. ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നത് അത് വലിയൊരു മണ്ടത്തരം തന്നെയാണ്. നമ്പർ 2 എന്ന് പറയുന്നത് വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ അലൈൻഡ് അല്ലാണ്ടിരിക്കുക, ഒട്ടും യോജിപ്പില്ലാണ്ടിരിക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. നമ്പർ 3 എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമുക്ക് നമ്മളായിട്ടിരിക്കുന്ന ഒരു ബന്ധമാണ് ഇഷ്ടമെന്ന്. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ട്രിഗറും അപ്സെറ്റ് ആകുന്ന സമയത്തുള്ള നമ്മുടെ ഓരോ ഇമോഷൻസും അതേപടി ഒരിക്കലും പാർട്ട്ണറിനോട് നമ്മൾ കാണിക്കാൻ പാടില്ല. അവരും മനുഷ്യരാണല്ലേ. ആ ഒരു തെറ്റ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സെൽഫ് റെഗുലേറ്റ് ചെയ്യാനുള്ള സ്കിൽസ് പഠിച്ചെടുക്കുക. അല്ലാണ്ട് അതേപടി നമ്മൾ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ അവർ സേഫ് അല്ല, ഇമോഷണലി സേഫ് അല്ല, മെന്റലി സേഫ് അല്ല, ഫിസിക്കലി സേഫ് അല്ല എന്നൊരു ഫീൽ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് 4th വൺ എന്ന് പറയുന്നത് എപ്പോഴെങ്കിലുമൊക്കെ വഴക്കുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ റിസോൾവ് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യവും നമ്മൾ തന്നെ ചെയ്യാനായിട്ടൊന്ന് മുൻകൈ എടുത്തോളുക. അതായത് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത് ചെയ്തിട്ടായാലും കൺവിൻസ് ചെയ്ത് പാർട്ട്ണറിനോട് ആ ഒരു വഴക്കൊക്കെ മറക്കാനും അതുപോലെ തന്നെ അതൊന്നും ഇങ്ങനെ ഇമോഷണൽ സപ്രഷനിലേക്ക് പോകാതിരിക്കാനും ഒക്കെ വേണ്ടി പ്രത്യേകം ശ്രമിക്കുക എന്നുള്ളതുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഒരിക്കലും റിലേഷൻഷിപ്പിൽ കാണിക്കരുത്. പാർട്ട്ണറിന് നീഡുണ്ട്, വാണ്ടുണ്ട്, എസ്പെഷ്യലി കമ്മ്യൂണിക്കേഷൻ നീഡുണ്ട്. ഇതിനൊന്നും ഒരു ഇൻകൺസിസ്റ്റൻസി പാറ്റേൺ ആയിരിക്കില്ല എന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമാണ് ഒരു സേഫ് ഫീലിംഗ് പാർട്ട്ണറിന് കൊടുക്കാൻ പറ്റുള്ളൂ.